നോട്ട് പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാർ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗം പ്രതിപക്ഷം ബഹിഷ്കരിക്കും. പ്രതിപക്ഷത്തെ ഭിന്നിപ്പിക്കാൻ നീക്കം നടക്കുന്നതായി പ്രതിപക്ഷം ആരോപിച്ചു. അതേസമയം പ്രധാനമന്ത്രി ഇന്ന് രാജ്യസഭയിൽ എത്തും. വിശദാംശങ്ങളുമായി സന്തോഷ് സർലിംഗ് ചേരുന്നു. സന്തോഷ്, പ്രതിപക്ഷത്തിന്റെ വലിയൊരു കൂട്ടായ്മ ഇക്കാര്യത്തിൽ രൂപപ്പെടുകയാണോ? ശക്തമായ പ്രതിരോധം തന്നെ വിഷയത്തിൽ പാർലമെന്റ് ഇരുസഭകളിലും പ്രതിപക്ഷം ഉന്നയിക്കുമോ? എന്താണ് നിലപാടുകൾ? പ്രജീഷ്, ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പ്രതിപക്ഷം തുടരുന്ന പ്രതിഷേധം തണുപ്പിക്കാൻ ചില നീക്കങ്ങൾ ഇന്ന് പാർലമെന്റിൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായി. രാവിലെ രാജ്നാഥ് സിംഗ്, കേന്ദ്ര ആഭ്യന്തരമന്ത്രി, അടിയന്തരമായി ഈ പ്രതിപക്ഷ പാർട്ടികളുടേതടക്കം വിളിച്ചുകൊണ്ട് ഒരു സർവകക്ഷി യോഗം പാർലമെന്റിൽ വിളിച്ചു. ഇതേ തുടർന്ന് പ്രതിപക്ഷ പാർട്ടികൾ രാവിലെ യോഗം ചേർന്നു. പാർലമെന്റിൽ വെച്ച് യോഗം ചേർന്ന് കേന്ദ്ര സർക്കാരിനോടുള്ള നിലപാട് നേരത്തെ വിശദീകരിച്ചിട്ടുണ്ട് എന്ന ചർച്ചയിൽ ഉയർന്നു വന്നു. ആ സാഹചര്യത്തിൽ രാജ്നാഥ് വിളിച്ച ഈ യോഗത്തിൽ പോകേണ്ടതില്ല എന്നാണ് തീരുമാനിക്കപ്പെട്ടത്. രണ്ട് കാരണങ്ങൾ. ഒന്ന്, രാജ്നാഥ്, അരുൺ ജെയ്റ്റ്ലി തുടങ്ങിയവരുമായി ഇത്തരം വിഷയങ്ങൾ നേരത്തെ തന്നെ ചർച്ച ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തേത്, കേന്ദ്ര സർക്കാരിനെതിരെ 28-ാം തീയതി പ്രതിഷേധ ദിനമായി രാജ്യവ്യാപകമായി ആചരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഇപ്പോൾ കേന്ദ്ര സർക്കാർ വിളിച്ചിരിക്കുന്ന ഈ യോഗത്തിൽ പോകേണ്ടതില്ല എന്ന് തീരുമാനിച്ചു. അത് പ്രകാരം 14 പ്രതിപക്ഷ പാർട്ടികൾ സംയുക്തമായി ഈ സർവകക്ഷി യോഗം വിട്ടുനിൽക്കുകയും ചെയ്തു. അതിനുശേഷം ഇപ്പോൾ രാജ്യസഭയും ലോക്സഭയും ആരംഭിച്ചിരിക്കുകയാണ്. രാജ്യസഭയിൽ നേരത്തെ തന്നെ നോട്ട് വിഷയത്തിൽ ചർച്ച ആരംഭിച്ചിരുന്നു ആദ്യ ദിവസം. അതിനുശേഷം നരേന്ദ്രമോദി ഇക്കാര്യത്തിൽ ചർച്ചയ്ക്ക് വേണം അല്ലെങ്കിൽ പങ്കെടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷം തന്നെ ഈ ചർച്ച തടസ്സപ്പെടുത്തി. ഇപ്പോൾ അത്തരം പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് ഇന്ന് നരേന്ദ്രമോദി രാജ്യസഭയിൽ എത്താനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന സൂചനകൾ പുറത്തു വരുന്നുണ്ട്. പ്രധാനമന്ത്രി ഇതിനായി പാർലമെന്റിൽ എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പാർലമെന്റിൽ എത്തിയില്ല. അദ്ദേഹം ഇന്ന് പാർലമെന്റിൽ എത്തിയിട്ടുണ്ട്. രാജ്യസഭയിൽ ചർച്ചയ്ക്ക് എത്തും. ചർച്ച തീരുമാനിച്ചിരിക്കുന്ന ഉച്ചയ്ക്ക് ശേഷമാണെങ്കിൽ പോലും രാവിലെ തന്നെ പ്രതിപക്ഷ പ്രതിഷേധം ആരംഭിക്കും. ഉപാധ്യക്ഷൻ PJ കുര്യൻ ഇത് സംബന്ധിച്ച് എന്തെങ്കിലും ഒരു പ്രസ്താവന രാജ്യസഭ നടത്തും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ലോക്സഭയിലാകട്ടെ ഇപ്പോൾ അന്തരിച്ച നേതാക്കൾക്ക് ആദരാഞ്ജലി അർപ്പിക്കുന്നു. അതിനുശേഷം വിഷയത്തിലേക്ക് അടക്കം അടിയന്തര പ്രമേയമായി സഹകരണ വിഷയം, നോട്ടുമാറ്റം അടക്കമുള്ളവ വിവിധ പാർട്ടികൾ ഉന്നയിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ നേരത്തെയൊക്കെ തള്ളിക്കളയുകയായിരുന്നു സ്പീക്കർ സുമിത്ര മഹാജൻ ചെയ്തത്. ഇന്നും തള്ളിക്കളയുകയാണെങ്കിൽ പ്രശ്നം കൂടുതൽ രൂക്ഷമേയുള്ളൂ. പക്ഷെ ലോക്സഭയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വോട്ടെടുപ്പുള്ള ചർച്ച വേണം എന്ന ആവശ്യം ഇപ്പോഴും നിലനിൽക്കുന്നു. അക്കാര്യത്തിൽ കേന്ദ്ര സർക്കാർ ഏതെങ്കിലും തരത്തിൽ സന്തോഷ്, സഭാ നടപടികൾ ആരംഭിച്ചുവോ? ഇരുസഭകളിലേക്കും അംഗങ്ങളൊക്കെ തന്നെ എത്തി സഭാ നടപടികളിലേക്ക് കടക്കാൻ കഴിയുന്നുണ്ടോ? പ്രജേഷ്, ഇപ്പോൾ രാജ്യസഭയും ലോക്സഭയും ആരംഭിച്ചിരിക്കുന്നു. ലോക്സഭയിൽ സ്പീക്കർ സുമിത്ര മഹാജൻ നേരത്തെ മരിച്ച നേതാക്കൾക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. ബാലമുരളി അടക്കമുള്ളവർക്ക് ആദരാഞ്ജലി അർപ്പിക്കുകയാണ്. സഭാ നടപടികൾ അല്പസമയത്തിനകം തുടങ്ങും. രാജ്യസഭയിലാകട്ടെ വിവിധ മന്ത്രിമാർ പേപ്പറുകൾ അവതരിപ്പിക്കുന്നു. ഇപ്പോൾ തന്നെ പ്രതിപക്ഷം ഇതിനിടെ ചില ആവശ്യങ്ങൾ ഇപ്പോൾ ഉന്നയിക്കുന്നുണ്ട്. പ്രധാനമായും ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നോട്ടുമാറ്റ സമിതി നടക്കുന്ന, വീണ്ടും തുടരാൻ ആരംഭിക്കുന്ന ചർച്ചയിൽ ഏതെങ്കിലും തരത്തിൽ പ്രധാനമന്ത്രി ഇടപെടുമോ എന്നൊരു ചോദ്യം നേതാക്കൾ ഉയർത്തുന്നുണ്ട്. ഉപാധ്യക്ഷൻ PJ കുര്യനെ സംബന്ധിച്ച് എന്തെങ്കിലും മറുപടി ഇപ്പോൾ നൽകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. രണ്ട് പ്രതിപക്ഷ പാർട്ടികൾ, കോൺഗ്രസ് എല്ലാ എംപിമാർക്കും വിപ്പ് നൽകിയിട്ടുണ്ട്. BJPയും അതേ തരത്തിൽ എല്ലാ എംപിമാരോടും സഭയിൽ ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ട് വിപ്പ് നൽകിയിട്ടുണ്ട്. ഇന്ന് പ്രശ്നം കൂടുതൽ കലുഷിതമാകാനുള്ള സാധ്യത, പക്ഷെ അത് തടുപ്പിക്കാനുള്ള ശ്രമങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. നേരത്തെയുള്ള പിടിവാശിയിൽ അല്പമെങ്കിലും അവർ അയവുണ്ടാവുമെന്നാണ് നമ്മളിപ്പോൾ. സന്തോഷ് തുടരുക. ഇപ്പോൾ രാജ്യസഭ ചേരുകയാണ്, ആരംഭിച്ചിരിക്കുന്നു. അരുൺ ജെയ്റ്റ്ലി രാജ്യസഭയിൽ സംസാരിക്കുന്നു. അതിലേക്ക് See, this is 0 hour time. See, please. Now, the honorable fellow, this is 0 hour time. Please. This is 0 hour time. That is the point. This 0 hour is a continuation. This 0 hour is an opportunity. You are not conducting the 0 hour in the normal manner of a 0 hour. That is correct. Because every day the 0 hour is being prevented. Members are being prevented from making mentions in the 0 hour. If it is on the demonetization issue, if it is on the currency issue, let the opposition resume the debate and let Dr. Manmohan Singh speak in that debate. We will answer it.
Yes. does not have the courage to fight the House. Yes. Right. I allowed it. After that. Sharad Yadav, after Sharad Yadav. No, I will allow you. After him. It is 0. Now please, now the position, now please, the position is, the demonetization discussion is slated as, now please, what are you doing? No, you keep quiet. You keep quiet. I am asking you to keep quiet. I am asking you to keep quiet. I am asking you to keep quiet. Ask him to keep quiet. No. See, the position is, now please, the position, keep quiet. The position is, the demon, then you come and here, do it. Okay. If you don't allow me to speak, what do I do? And let me clarify the position. Why don't you allow me to clarify the position? No. This is not the way. See, now please, the position is, demonetization discussion is slated after question hour. Now it is 0 overtime. That is the position that I have to clarify. Now it is. लेकिन जब 200 संसद Yes. जब नोटिस है, Pardon? नोटिस है पूरी कार्रवाई रोकने के लिए, फिर 0 आवर कैसे चल सकता है? नोटिस है पूरा, क्या नोटिस? Notice, yes. 267 I will call you 0 hour. 267 No. नोटिस है, फिर कैसे? No, that is what I first said. नहीं चल रहा। I will call you also. 267 के रहते कोई हाउस नहीं चल सकता। Not ठीक है, 26. Okay, you want me to put 267 into? I'm putting my 267. I'm also putting my 267. Sir, I'm also putting my 267. Sir, I'm also putting my 267. Now they see 267 notice by Sri Naresh Agarwal. Problems being faced by the people due to demonetization of rupees fine. Motion not drawn in proper terms. Therefore, I am not allowing. It is. Therefore, no. Yes. This is what I am given. Yes. Point of order, please. Point of order. Point of order is, Now, point of order, please. under 267, any member with the consent of the chair may move that a rule may be suspended in its application to a motion. Yeah. Now kindly turn to Rule 228. A motion must not raise a question substantially identical to the one on which the council has given a decision in the same session. So you already have a motion which is being discussed. I reserved in the it House, already. and therefore there can't be a repetition of the same motion raised under 267. No. In any case, I disallowed it. I did not allow it. That motion I did not allow. No. Even otherwise, technically I disallowed it. Where the decision has been taken. I tell you. No decision taken. It's under discussion. There's no decision taken. No, Mr. He can raise it. Mr. Echuri, I will allow you, I said, I will call you. Mr. Echuri, Mr. Agarwal ji, Naresh ji, I disallowed that motion on technical grounds. That motion is not drawn in proper forms. Yes, Derek O'Brien. After Derek O'Brien, I called it. What is your point? Sir, I disallowed that motion already. So you cannot speak on that. You cannot speak on that. I disallowed it. Sir, if you have disallowed, that is your call. The point here is, the former Prime Minister of this country has stood up. He wants to speak. Please take a I seat allowed in the him. House. Take a seat. I allowed him. I allowed him. From the House. I allowed him. Take a seat from the House. No. Please allow. Take a seat from the House.
speak. Take a sense of the House. No. Ask the leaders. No. Sri, Mr. Sir, take a sense. Yes, sir. Right, sir. Right, sir. Right, sir. I agree. I allowed him. Take a sense of the House. I allowed. No, Mr. Yes. Yeah. It being 0 over, I allowed him. I have not prevented him. I allowed. You allow? I said it is 0 over, so I allowed. House is opposing. I allowed. I called him. I called him. He's sitting only. Call him. I did that. Call him. Already I did. Should I do a second time? Call him. Should I do a second time? No, see, it is 0 over, so I allowed him. He can speak. He can speak. I have no problem. It is 0. Yes, it is 0 over. I allowed him. He can speak. अरे बोल सकते हैं, बोलो, मैं क्या करूं? क्या? अरे बुलाया के? I allowed him. He can go. He can speak. He can speak. अरे allow कर दिया है. I am not preventing him. I am not preventing him. सर हमारी आपसे रिक्वेस्ट है, आप डिस्कशन जो अभी बचा हुआ है वो अभी से शुरू कर दीजिए और I am ready. पार्टी अपनी तरफ से जिसको भी बोलना यह चाहे, क्या? जिसको भी कहना चाहे अभी शुरू करने के लिए मैं तैयार हूं. मनमोहन सिंह जी का इज्जत करते We can have discussion now. Okay. शुरू करिए. Okay. हमें जिसको चाहिए बुलवाइए आप. Chairman, sir. हमें कोई No. आपत्ति नहीं है. Yes. I have a request. Yeah. I have a request to the entire house. Sir, I have a request to the entire house. Yeah. Please. Sir, I also have some experience in parliament. Please. I also have some experience. No, please. Yes. Yeah. No, listen to the I'm minister. not speaking. Arey, listen to the minister. I am not speaking. Arey, listen to the minister. speaking. Sit down. I am not speaking, sir. बोलिए. I'm only asking you. Yeah. The country want to know. Through the chair, the country want to know. We have taken up a discussion. Discussion is halfway through. Why we are now not taking up the discussion? That is the question. Yeah, I agree with you. Outside the country. I am also ready for discussion. Sit in the discussion. Yeah. Sit in the Yeah. discussion. They go to our. See, where are we wasting the time? I think it is a. Where are we? No, Where are I- we going here for the debate? No, I think it. Discussing. See, Please, sir, explain, sir. Please tell the country. I think. See, yes, I think it is a good suggestion that we start the discussion now and Dr. Manmohan Singh speak now. Dr. Manmohan Singh speak now. Yes, point of order. I have, see, I have allowed Dr. Manmohan Singh to speak. I have not prevented. Then what is the problem? सर इन्होंने पॉइंट ऑफ He can speak. I have not. I called him. सर Why are they afraid of Dr. Manmohan Singh? That is not the question to me. You ask you. That's what I'm asking through you. Why should? He can speak. I have no objection. I have allowed Dr. Manmohan Singh to speak. He can speak. Mr. Ghulam Nabi Azad. Sir, we have given. Mr. Ghulam Nabi Azad. I have allowed Dr. Manmohan Singh to speak. He can speak. I have no problem. It is over. They are not allowing it. Then I will not adjourn the house. They will be exposed. I will not adjourn the house. Point of order. What is your point of order? Sir, my point of order. Yes, what is your point of order? Under Rule 187 and What is under what under rule? Rule 188. That is the privilege notice against the Prime Minister for the breach of privilege of this House by the Prime Minister who has taken oath under the Constitution when a discussion was started on a decision taken by him after the President had summoned the Parliament and a subject matter which is exclusively the domain of the Finance Minister. It was his duty to respect the privilege of this House once the motion was accepted under Rule 267 and 228.
sir. No, the We have subject. given a notice. No, Against subject. the Prime Minister. Subject. For the breach of privilege. It is the first time. No, privilege is a different matter. Minister has acted Subject in this manner. is finance ministry subject. Finance minister is here. Otherwise, You can share discussion. let No. the sense of the house be taken. You see, no, you are not Let right. the Prime Minister come here. No. He's running away from the See, debate, the sir. point- I'm sorry. I He have. does not want No, to discuss. Anand Sharma, I have yesterday itself clarified. No, please. Yesterday itself, I have clarified. No, please. Viplavji, please. Yesterday itself, I have clarified that this subject is finance ministry subject, and finance. I can ask the finance minister. He is already here. So you cannot make it a condition that you will start only if the prime minister comes. I can't do that. I can't do that. I am not able to enforce that. I am not able to enforce that. I will have to adjourn. Announcement was made by the Prime Minister, not the Finance Minister. That is a different matter. No, so The chair is of no concern. That is not the concern of the chair. That is the point, sir. Yes, but that is not the concern of the chair. No, I know. It's not your concern. Chair is only to see that whether the concerned minister is there or not. Correct. That is only my concern. It is my What can I do? concern. It's my concern. No, I'm listening to you. Sorry, I will adjourn the house. I think I will adjourn. The only way is to adjourn. I am helpless. No, I have already said. माननीय उपसभापति जी, पूरा विपक्ष एक मत है कि प्रधानमंत्री जी हाउस में आए और तब इसके ऊपर डिबेट शुरू होगी और उनको पूरे समय तक बैठना लेकिन जी, चाहिए। मैं क्या और करूं? सदस्यों की बात सुननी चाहिए। मैं क्या करूं? उनको जवाब देना चाहिए। प्रधानमंत्री क्यों भाग रहे हैं? मैं क्या करूं? कुछ नहीं कर सकते। और तब ये डिबेट शुरू होनी चाहिए। House is adjourned up to 12:00 hours. ശക്തമായ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് രാജ്യസഭയും 12 മണിവരെ നിർത്തിവെച്ചിരിക്കുന്നു. ലോക്സഭ നേരത്തെ തന്നെ 12 മണിവരെ നിർത്തിവെച്ചു. പ്രധാനമന്ത്രി എത്താതെ നടപടിക്രമങ്ങളിലേക്ക് കടക്കാൻ കഴിയില്ല. ധനമന്ത്രി ഇക്കാര്യത്തിൽ വിശദീകരണം നൽകാൻ ഇനിയിച്ചുവെങ്കിലും പ്രതിപക്ഷം കടുത്ത പ്രതിഷേധം ഉയർത്തി. പ്രധാനമന്ത്രി രാജ്യസഭയിൽ എത്തി വിശദീകരണം നൽകാതെ മറ്റൊരു നടപടികളുമായി സഹകരിക്കില്ല എന്നാണ് ഇപ്പോൾ രാജ്യസഭയിലും പ്രതിപക്ഷം ഒന്നടങ്കം ഒറ്റക്കെട്ടായി ആവർത്തിക്കുന്നത്. വിശദാംശങ്ങളുമായി സന്തോഷ് സർലിംഗ് ചേരുന്നു. സന്തോഷ്, ഇരു സഭകളിലും പ്രതിഷേധം ആവർത്തിക്കുകയാണോ? നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു സ്ഥിതിയാണോ ഇരുസഭകളിലും? പ്രതീക്ഷ, ഇന്ന് സഭ തുടങ്ങുന്നതിന് മുമ്പ് ഏതെങ്കിലും തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്ക് കേന്ദ്ര സർക്കാർ തയ്യാറായേക്കുമെന്ന സൂചനകൾ ഉണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം തള്ളിക്കൊണ്ട് കർക്കശമായ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് കേന്ദ്ര സർക്കാർ. ഇതേ തുടർന്ന് ലോക്സഭ നേരത്തെ പിരിഞ്ഞു, ഇപ്പോൾ രാജ്യസഭയും പിരിഞ്ഞിരിക്കുകയാണ്. വോട്ടിനിട്ട് ചർച്ച വേണം എന്നായിരുന്നു ലോക്സഭയിൽ പ്രതിപക്ഷം കുറച്ചു ദിവസമായി ആവശ്യപ്പെടുന്നത്. അത് ഇന്നും കേന്ദ്ര സർക്കാർ അംഗീകരിച്ചില്ല, തള്ളി. ഇതേ തുടർന്ന് ബഹളം രൂക്ഷമാവുകയും സഭ 12 മണിവരെ നിർത്തിവെക്കുകയും ചെയ്തു. രാജ്യസഭയിലാകട്ടെ മറ്റൊരു വിഷയമായിരുന്നു നോട്ട് മാറ്റം സംബന്ധിച്ച് മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് സംസാരിക്കാൻ അനുവദിക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. മറ്റു പ്രതിപക്ഷ പാർട്ടികളും ഇതിനെ പിന്തുണച്ചു. എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് സഭയിലുണ്ടായിരുന്ന അരുൺ ജെയ്റ്റ്ലി ഇതിനെ എതിർത്തു. നോട്ട് വിഷയം സംബന്ധിച്ച് നിലവിൽ രാജ്യസഭയിൽ ഒരു ചർച്ച ആരംഭിച്ചിട്ടുണ്ട്. ആ ചർച്ച പൂർത്തിയാക്കട്ടെ, ആ ചർച്ച ആരംഭിക്കട്ടെ. ആ ചർച്ചയിൽ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് സംസാരിക്കട്ടെ. അല്ലാതെ പ്രത്യേകമായി ഒരു വ്യക്തിയെ വിളിച്ച് ഇപ്പോൾ ഈ ശൂന്യവേളയിൽ ഈ വിഷയം സംസാരിക്കാൻ അനുവദിക്കില്ല എന്ന നിലപാട് അരുൺ ജെയ്റ്റ്ലി എടുക്കുകയും ചെയ്തു. ഇതേ തുടർന്ന് ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ വാക്കേറ്റമുണ്ടാവുകയും ഉപാധ്യക്ഷൻ PJ കുര്യൻ ഇപ്പോൾ സഭ നടപടികൾ റദ്ദാക്കി 12 മണിവരെ നിർത്തിവെക്കുകയും ചെയ്തിരിക്കുകയാണ്. അരുൺ ജെയ്റ്റ്ലി സഭയിൽ എത്തുന്ന ഒരു സാഹചര്യത്തിൽ നരേന്ദ്രമോദിയും രാജ്യസഭയിൽ എത്തുമെന്നും അങ്ങനെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും എന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. എന്നാൽ അത്തരത്തിൽ ഒരു സൂചനയും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായില്ല. ചർച്ച ആരംഭിക്കട്ടെ എന്ന നിലപാട് മാത്രം ജെയ്റ്റ്ലി എടുക്കുകയായിരുന്നു. എന്നാൽ നരേന്ദ്രമോദി സഭയിലെത്താതെ ചർച്ചയ്ക്കില്ല എന്ന നിലപാട് പ്രതിപക്ഷവും എടുക്കുകയും ചെയ്തു. ഇതേ തുടർന്ന് ഇപ്പോൾ സഭ നടപടികൾ റദ്ദാക്കേണ്ടി വന്നിരിക്കുന്നു. സന്തോഷാണ് വിശദാംശങ്ങൾ ദില്ലിയിൽ നിന്നും നൽകിയത്. രാജ്യസഭയും 12 മണിവരെ നിർത്തിവെച്ചു. ലോക്സഭയിലും ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് നിർത്തിവെക്കേണ്ടി വന്നു സഭാ നടപടികൾ.